എല്ലാവരും വിളിക്കേണ്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്റ്റുകളെക്കുറിച്ചും അതുപോലെ എങ്ങനെ ഉപയോഗിക്കണം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റിന് ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് കാണാം, മാത്രമല്ല അതിൻ്റെ അധികാരികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയാണ്ട് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ മറ്റ് പ്ലാറ്റ്ഫോം ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളൊന്നും കൊടുക്കത്തില്ല എന്നുള്ളത് ശരിയല്ല. നമ്മൾ മിക്കവാറും പറയാറുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും പറയാറുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഹാബിംഗ് രാജിൻ്റെ ഹെയർ ഓയിലിൻ്റെ എൻക്വയറി ആയിരുന്നു. ആ പ്രൊഡക്റ്റ് അതിൻ്റെ പാക്കേജൊക്കെ അറിയാം, ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് മനസ്സിലാവും. പാക്കേജൊക്കെ ഈ റീസെൻ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു, അതിന് റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി എനിക്ക് ആ പാക്കേജ് അയച്ചു തന്നിട്ട് ചോദിച്ചു എത്രയാണ് ഇതിന് വില എന്നുള്ളത്. അപ്പം ഞാൻ വില പറയുന്നതിന് മുമ്പായിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞപ്പോഴും ശരിക്കും ഞാൻ എക്സൈറ്റഡ് പോയി. കാരണം ആ വ്യക്തിക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത് വെറും 160 രൂപക്കാണ്. നമ്മുടെ ഈ റേറ്റിന് യഥാർത്ഥത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി ഈ റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ പോലും പറ്റത്തില്ല. അത് MRP റേറ്റ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് ആയാലും രണ്ടാണ്. പക്ഷെ അതിലും താഴെയുള്ള റേറ്റിലാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, ഈ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ കച്ചവടത്തെയും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ അധികാരികളെ അറിയിക്കാം. എനിക്കറിയാം മുമ്പ് ഇതൊക്കെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അതിനൊരു ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ആളുകൾ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാവുന്നത്. ഇപ്പോഴും വ്യക്തമായി പറയുകയാണ്, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നൊരു മേഖലയിലൂടെ മാത്രമേ ആളുകൾക്ക് എത്തിക്കുന്നുള്ളൂ. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണോ, ഡിസ്ട്രിബ്യൂട്ടറെ സമീപിക്കുക, ഡിസ്ട്രിബ്യൂട്ടർ മാത്രം വാങ്ങിക്കുക. ഓൺലൈനിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞ പ്രൊഡക്റ്റ് ആകാം. പക്ഷെ ഒരിക്കലും ആ ഒരു റേറ്റ് കൂടെ നമ്മൾ നോക്കണം. റേറ്റ് എന്തായാലും നിങ്ങൾക്ക് ആ റേറ്റിൽ കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഈസി അവൈലബിൾ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഓൺലൈനിലേക്ക് വാങ്ങിക്കുന്നുണ്ടാകുക. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ആ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൺലൈനിൽ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഉപയോഗിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലയിൻറ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആ രീതി കൊടുക്കുന്നില്ല ഈ പ്രൊഡക്റ്റുകൾ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്, ബൈ.